ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ക്രിസ്പി ബീഫ് കീമ സമൂസയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കൊരു കുക്കറിലേക്ക് 1/2 കിലോ ബീഫ് കീമ ചേർത്ത് കൊടുക്കാം. ഒട്ടും എല്ലില്ലാത്ത ബീഫ് ചെറിയ പീസായിട്ട് കൊത്തി നുറുക്കിയെടുത്ത ബീഫ് കീമയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഈ പൊടികളും ഉപ്പും എല്ലാം ഈ ബീഫിൽ നന്നായിട്ട് പുരളുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിനൊരു ചോപ്പറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സമൂസയുടെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 3 സവാളയും 4 പച്ചമുളകും പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ ബീഫ് കീമ സമൂസ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസാണ്. അതിൻ്റെ സമൂസ ഉണ്ടാക്കലും പരത്തലും ഒക്കെ. ഇത് അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഈസി ആയിട്ടുള്ള വേയിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പച്ചയ്ക്കുള്ള പൊട്ടറ്റോ 3 എണ്ണം ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പുഴുങ്ങി പൊടിച്ചല്ല നമ്മൾ ചേർക്കുന്നത്. സാധാരണ സമൂസകളിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഫില്ലിങ്ങിൽ. അങ്ങനെ ആകുമ്പോൾ സമൂസയുടെ ക്രിസ്പിനെസ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ ചെയ്താൽ സമൂസ ഏറെ നേരം ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ബീഫിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കുന്നവരെ ഒന്ന് സിം ചെയ്ത് വെച്ച് വേവിച്ചിട്ട് ഇതിനെ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സമൂസയുടെ കവറിങ് ചെയ്തെടുക്കാം. അതിൻ്റെ ഷീറ്റിനെ നമുക്കൊന്ന് സമൂസയുടെ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കോണിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൈദ മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ റെഡിയാക്കി വെച്ചേക്കുക നേരത്തെ തന്നെ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് മടക്കുന്ന ഭാഗത്ത് ആ ഒരു മൈദയുടെ പേസ്റ്റ് ഒരല്പം തൊട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം അതിനെ നമുക്ക് മടക്കി കവർ ചെയ്ത് ആ ഒരു സമൂസയുടെ ഷേപ്പ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആർക്ക് വേണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പരത്തിയെടുക്കുന്ന പോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പണിയല്ല. അപ്പോൾ നമ്മൾ സമൂസകൾ റെഡിയാക്കി വെച്ചു. നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഒന്നൊന്നായിട്ട് നമുക്കിതുപോലെ സമൂസ ഇട്ട് കൊടുത്തിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സ്നാക്സിൻ്റെ ക്രേവിങ്സ് ഒക്കെ ശരിക്കും തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു മൺസൂൺ കാലം. മഴക്കാലത്ത് എല്ലാവർക്കും സ്നാക്സിനുള്ള ക്രേവിങ്സ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ സ്റ്റെപ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളുടെ സമൂസയുടെ ആദ്യത്തെ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്കിയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നമ്മളുടെ സമൂസകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.